സർ, നമ്മുടെ എം.വി. ഗോവിന്ദന്, അതായത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് മദനിയും പിഡിപിയും ഒക്കെ പീഡിത വിഭാഗമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എപ്പോൾ മുതലാണ് എം.വി. ഗോവിന്ദന് പിഡിപി എന്ന് പറയുന്നത് ഒരു പീഡിത വിഭാഗമായിട്ട് മാറിയത്? അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിനോട് എന്ത് തരം ആഹ്വാനമാണ് നടത്തുന്നത്? എന്താണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? നോക്കൂ, എം.വി. ഗോവിന്ദന്റെ പരാമർശം ഈ വർഗീയതയെ സംബന്ധിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് എന്നാണ് കാണേണ്ടത്. ഒരേ പ്രസ്താവനയിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുകയും എന്നാൽ PDP പീഡിത വിഭാഗമാണ് എന്ന് പറയുകയും ചെയ്തു. അതായത് ഗുഡ് കമ്മ്യൂണലിസം ആൻഡ് ബാഡ് കമ്മ്യൂണലിസം എന്ന് പറയും. തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, തങ്ങളെ പിന്തുണയ്ക്കുന്ന, തങ്ങൾക്ക് ഗുണപ്പെടുന്ന വർഗീയത അത് നല്ല വർഗീയതയും, തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന, തങ്ങളുടെ വിരുദ്ധ ചേരിക്ക് അനുകൂലമായി നിൽക്കുന്ന വർഗീയതയെ മോശം വർഗീയതയായി പറയുക എന്നുള്ളതാണ്. PDP എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളും പീഡിതരായിട്ടിരിക്കേണ്ട ആവശ്യം സംസ്ഥാനത്തില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭരണം നടന്നു വരുന്ന ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗം പീഡിതരായി തുടരുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ഏത് നിലയിലാണ് അവർ പീഡിതരായിട്ടുള്ള മനുഷ്യരാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ല. അവരുടെ ചെയർമാനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അബ്ദുൽ നാസർ മദനി ആരാണെന്നത് മതേതര കേരളത്തിന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. ഈ CPM-ന് പോലും അബ്ദുൽ നാസർ മദനിയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് മാറിയത് 2006 മാത്രമാണ് എന്നുള്ളത് ആലോചിക്കണം. കാരണം 1998 കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 58 പേരുടെ മരണത്തിൽ കലാശിച്ചിട്ടുള്ള ഭീകരസ്ഫോടനമാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ LK അദ്വാനിയുടെ റാലി നടക്കുന്ന സമയത്ത് BJP നേതാവായിരുന്ന LK അദ്വാനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം റാലി നടത്തിയിരുന്ന 12 സ്ഥലങ്ങളിൽ ഭീകരസ്ഫോടനങ്ങൾ നടത്തി 58 മനുഷ്യരെ കൊന്നു കളഞ്ഞിട്ടുള്ള സംഭവമാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ്. അതിൽ പ്രധാന പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ടിരുന്ന മദനിയെ അന്ന് EK നായനാരുടെ സർക്കാരാണ് പിടിച്ച് തമിഴ്നാടിന് കൈമാറുന്നത്. അന്ന് ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് കേരളത്തിലുള്ളത്. അന്ന് കൊച്ചിയിലെ കലൂരിൽ താമസിച്ചിരുന്ന മദനിയെ പിന്നീട് DGP ആയിട്ടുള്ള ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ നായനാരുടെ നിർദ്ദേശിച്ചിട്ടുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്ത് രാത്രിക്ക് രാത്രി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നു. കോഴിക്കോട്ട് നിന്ന് അദ്ദേഹത്തെ തമിഴ്നാടിന് കൈമാറുന്നു. അത് വളരെ വീരോചിതമായി ഞാൻ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്ന് അന്ന് EK നായനാർ അവകാശപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രതികാരത്തിലാണ് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ നാസർ മദനിയുടെ PDP എന്ന് പറയുന്ന പാർട്ടി UDF-നെയാണ് പിന്തുണയ്ക്കുന്നത്. എന്ന് ഇടത് വിരുദ്ധമായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു നയമായിരുന്നു PDP പുലർത്തി വന്നിരുന്നത്. ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി UDF-നെ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുക പോലും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2006 ശേഷമാണ്, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴും PDP LDF-ന് അനുകൂലമായിട്ടുള്ള നയം സ്വീകരിച്ചു തുടങ്ങുന്നു. 2009 നമ്മൾ കണ്ടതാണ്, PDP-യും CPM-ഉം തമ്മിൽ പരസ്യ സഖ്യം ഉണ്ടായി. അന്ന് പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും ഒരേ വേദി പങ്കിടുന്ന, അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി പിണറായി വിജയൻ മണിക്കൂറുകളോളം വേദിയിൽ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് പൊന്നാനി സീറ്റ് CPI പരമ്പരാഗതമായി മത്സരിച്ചിരുന്ന പൊന്നാനിയിലെ സീറ്റ് CPI-യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് PDP പിന്തുണയുള്ള സ്വതന്ത്രനെ കൊണ്ട് മത്സരിപ്പിക്കുകയാണ് അന്ന് CPM ചെയ്തിട്ടുള്ളത്. ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന PDP പിന്തുണച്ചിരുന്ന വ്യക്തിയാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനി മണ്ഡലത്തിൽ വന്നത്. പൊന്നാനി CPI-യുടെ സീറ്റായിരുന്നു. CPI-ക്ക് ആ കാര്യത്തിൽ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തങ്ങളുടെ കയ്യിലുള്ള വയനാട് സീറ്റ് CPI-ക്ക് വെച്ച് മാറിക്കൊണ്ടാണ് പൊന്നാനി സീറ്റിൽ മദനിയെ നിർത്തിക്കൊണ്ടുള്ള പരീക്ഷണമൊക്കെ CPM നടത്തുന്നത്. ആ പരീക്ഷണം വളരെ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് പൊന്നാനി മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീർ 82,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. അപ്പോ മദനിയെ കൂടെ കൂട്ടുന്നതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി ഇടതുപക്ഷം ആ പരീക്ഷണം പിന്നീട് അങ്ങോട്ട് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ 2009 തെരഞ്ഞെടുപ്പിന് ശേഷം 2010 വീണ്ടും ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് അബ്ദുൽ നാസർ മദനി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസിൽ 9.5 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സൂഫിയ മദനി പ്രതിയായിരുന്നു. ഈ ശരിക്കും അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോ പീഡിതരാണ്, ഇവര് ന്യൂനപക്ഷമാണെന്നൊക്കെ പറയുമ്പോഴും എന്താണ് ഇവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഒരു റിലീജിയസ് സ്കോളർ, ഒരു റിലീജിയസ് പ്രീച്ചർ, ഒരു മതപണ്ഡിതൻ, ഒരു മതപ്രചാരകൻ എന്ന രീതിയിലാണ് അബ്ദുൽ നാസർ മദനി ആദ്യം ആരംഭിക്കുന്നത്. 1966 കൊല്ലം ജില്ലയിലെ മൈനാർപ്പള്ളിയിൽ ജനിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഈ മദനി എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാ, ഈ ഇസ്ലാമിക തത്വശാസ്ത്രത്തിൽ ഒരു പ്രത്യേക ഗ്രേഡ് കടക്കുന്ന ആളുകൾക്ക്
ജാമിയ നൂറിയ എന്ന് പറയുന്ന അവരുടെ ഒരു സർവകലാശാല ഉണ്ട്. അവർ കൊടുക്കുന്ന ഒരു ഡിഗ്രിയാണ് മദനി എന്ന് പറയുന്നത്. അപ്പൊ ഈ മദനി ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ള ഇദ്ദേഹം പിന്നീട് കൊല്ലത്തുള്ള ഒരു പള്ളിയിലെ ഒരു ഖത്തീബായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള റിലീജിയസ് സ്പീച്ചസ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ. ആളുകളെ മതവികാരം തീവ്രമായി ആളി കത്തിക്കുന്ന മട്ടിലുള്ള വളരെ ഉഗ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഈ സക്കീർ നായിക് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു മലയാളം വെർഷൻ ആയിട്ടാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ നാസർ മദനി കേരള പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കൊടുക്കുന്നത്. അന്ന് അബ്ദുൽ നാസർ മദനിയുടെ കാസറ്റുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോയിരുന്ന ഒരു സമയമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടാവുന്നുണ്ട്. തീവ്ര മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. അന്നത്തെ മദനിയുടെ സ്പീച്ച് പിന്നീട് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മദനിയുടെതൊന്നുമല്ല, മക്കളെ കുറിച്ചുള്ള പ്രസംഗമൊന്നുമല്ല. അന്ന് ഇസ്ലാമിനെതിരെ പറയുന്ന ആളുകളുടെ തല വെട്ടാൻ വേണ്ടി വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള മദനിയുടെ സ്പീച്ച് ഉണ്ട്. അങ്ങനെയുള്ള വളരെ തീവ്രമായിട്ടുള്ള വർഗീയ വികാരം ആളി കത്തിക്കുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇയാൾക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടായി. ആ ഫാൻ ഫോളോയിങ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ഉണ്ടാക്കിയത് 1989 ISS എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. ISS എന്ന് പറയുന്നത് ഇസ്ലാമിക് സേവാ സംഘാണ്. അദ്ദേഹം എന്ന് പറഞ്ഞത് RSSന് ബദലായിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കുകയാണെന്നുള്ളതാണ്. RSS എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമാണല്ലോ. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ബദലായി അതിന്റെ ഒരു മുസ്ലിം വെർഷൻ എന്നുള്ള രീതിയിൽ ഇസ്ലാമിക് സേവാ സംഘം. ഇസ്ലാമിക് സേവാ സംഘം ചെയ്യുന്നത് മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും കായിക പരിശീലനവും കൊടുക്കുക എന്നുള്ളതാണ്. അവരെ അനിവാര്യമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന പ്രക്രിയയാണ് ISS നടത്തി വന്നിരുന്നത്. ഈ ISSന്റെ പരിശീലനം അവസാനിച്ച എവിടെയാന്ന് വെച്ചാൽ 1992 പൂന്തുറ കലാപത്തിലാണ്. പക്ഷേ കേരളത്തിൽ ഒരു സ്വതന്ത്ര ഭാരതത്തിൽ കേരളത്തിൽ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു വർഗീയ കലാപം എന്ന് പറയാവുന്നത് ആദ്യ കലാപം പൂന്തുറ കലാപം. അത് ഈ അബ്ദുൽ നാസർ മദനിയുടെ സൃഷ്ടിയാണ്. അതിനു മുമ്പ് കേരളത്തിൽ കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരി കലാപം ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം നാദാപുരത്ത് കലാപം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പിന്നീട് മതപരമായിട്ടുള്ള ഒരു സ്വഭാവം ആർജിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിരുന്നു. നാദാപുരം കലാപം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പക്ഷത്ത് CPIM-ഉം ഒരു പക്ഷത്ത് മുസ്ലിം ലീഗുമാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ പിന്നീട് ഹിന്ദു മുസ്ലിം സംഘർഷമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് അവിടെയുള്ള മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാവുന്നു. ഇവർ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പേര് പരിഷ്കരിച്ചിട്ട് NDF, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ മാറ്റുന്നുണ്ട്. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആയിട്ടാണ് അത് ആരംഭിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയ സംഘർഷങ്ങളാണെങ്കിൽ പൂന്തുറയിൽ അക്ഷരാർത്ഥത്തിൽ വർഗീയ കലാപമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലുന്ന സംഭവം 1992 ഈ പറയുന്ന മദനി രൂപീകരിച്ചിട്ടുള്ള ISSന്റെ നേതൃത്വത്തിലാണ്. അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനൊക്കെ അന്നുണ്ട്. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഇവരുടെ പങ്കിനെ പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. എങ്ങനെയാണ് പെട്രോൾ ബോംബുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ, വടിവാളുകൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ശാന്തമായിരുന്ന പൂന്തുറയിലെ തീരത്ത് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് വർഗീയ ആഹ്വാനങ്ങളും മതപരമായിട്ടുള്ള ഭീഷണികളും മുഴങ്ങുന്നത്. അത് ഹിന്ദു വിരുദ്ധ കലാപം പോലും അല്ല കേട്ടോ. ഈ പൂന്തുറയിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുക്കുവർക്കെതിരെയാണ്. ഈ തീരദേശത്തിന്റെ അവകാശം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള അരയർക്കും മുക്കുവർക്കെതിരെയൊക്കെ നടക്കുന്ന ഒരു അതിക്രമമാണ് പൂന്തുറ കലാപം. ഈ പൂന്തുറ കലാപത്തിന് ശേഷം എന്ത് ചെയ്തു? ഈ ISS ബാൻ ചെയ്യപ്പെട്ടു. ഇസ്ലാമിക് സേവാ സംഘ് ബാൻ ചെയ്യപ്പെട്ടു. ഇപ്പൊ ചില പണ്ഡിതന്മാർ പറയുന്നു ബാബറി മസ്ജിദ് ഡെമോളിഷനെ തുടർന്നിട്ടാണ് ISS ബാൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ബാബറി മസ്ജിദ് ഡെമോളിഷൻ കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ പല സ്ഥലത്തും വർഗീയമായിട്ടുള്ള അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പല തീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവര് മറന്നു പോകുന്ന ഒരു സംഭവം, ബാബറി മസ്ജിദ് ഡെമോളിഷന് മുൻപാണ് പൂന്തുറ കലാപം നടക്കുന്നത് എന്നുള്ളത്. ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഉണ്ടാകുന്ന 1992 ഡിസംബർ 6-ാം തീയതി ആണെങ്കിൽ പൂന്തുറയിലെ കലാപം നടക്കുന്ന 1992 ജൂൺ 6-ാം തീയതി. അതായത് ബാബറി മസ്ജിദ് തകരുന്നതിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ പൂന്തുറയിൽ ഇവിടെ കലാപം ഇവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ISS ബാൻ ചെയ്യപ്പെട്ടു പൂന്തുറ കലാപത്തിനെ തുടർന്ന്. അപ്പോ ഇവര് മറ്റൊരു രൂപത്തിലേക്ക് മാറിയതാണ് PDP. ISS ആയിട്ട് പിന്നീട് അബ്ദുൽ നാസർ മദനിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് പരിണാമപ്പെടുത്തിയിട്ടാണ് 1993 പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന PDP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നത്. ഈ എന്താ പറയാ ISS 2 വിഭാഗമായിട്ടാണ് പിരിയുന്നത്. അതിലെ ഒരു രാഷ്ട്രീയ മുഖമാണ് PDP ആയിട്ട് മാറുന്നത്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ട് മാറുന്നത്. അതിന്റെ ഒരു
എന്താ പറയുക, അതിന്റെ ഒരു സായുധ വിഭാഗം ഉണ്ടല്ലോ, അതിന്റെ ഒരു ആക്രമണോത്സുകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന അതിന്റെ ഗ്രൗണ്ട് കേഡർ, ആ ഗ്രൗണ്ട് കേഡർ പിന്നീട് ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സുമായി ചേർന്നിട്ടാണ് പിന്നീട് 1994 NDF ഉണ്ടാവുന്നത്, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന NDF ഉണ്ടാവുന്നത്. ഈ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടും ഇതുണ്ടല്ലോ, സിമി ഉണ്ടല്ലോ, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, 2003 ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റിന്റെ താത്വിക നേതൃത്വവും ഈ NDFന്റെ ഗ്രൗണ്ട് കേഡർ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് 2006 നമ്മൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത്. ഇതിന്റെയൊക്കെ ഒരു ജനിതകം നമ്മൾ തെരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ കുറെ കോമൺ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ PDP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുന്നത്. PDPയുടെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്താ? ഇസ്ലാമിക് സേവാ സംഘ് സ്ഥാപിക്കാൻ ശ്രമിച്ച് വർഗീയ കലാപം നടത്തിയിട്ട് അതിന്റെ പേരിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ബാൻ ചെയ്തപ്പോ അതിനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സാധനമാണ് ഈ PDP എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് എന്തുണ്ടാവുന്നത്? 1998 ഈ പറയുന്ന കോയമ്പത്തൂർ ബ്ലാസ്റ്റ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് ഇവര് ISS ആയിരിക്കുമ്പോഴല്ല, ഇവര് PDP ആയിരിക്കുമ്പോഴാണ്. ഇവർ ഈ പറയുന്ന ജനാധിപത്യ പാർട്ടി ആയിരിക്കുന്ന സമയത്താണ് ഇവര് 58 പേരുടെ ജീവൻ കോയമ്പത്തൂർ ബ്ലാസ്റ്റിൽ ഇവർ പങ്കാളികളാവുന്നത്. അതിനെ തുടർന്നിട്ടാണ് 98 മറ്റേ അബ്ദുൽ നാസർ മദനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെന്നാ പറഞ്ഞത്. അന്നത്തെ ഈ കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്നത്തെ ലഷ്കർ ഇ തൊയ്ബയുടെയും അതേപോലെ തന്നെ ഇന്ത്യൻ മുജാഹിദിന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ഇതിൽ ഡയറക്ട്ലി ലിങ്ക് ഉള്ള ഒരാളായിട്ടാണ് അന്വേഷണ ഏജൻസികൾ അന്ന് അബ്ദുൽ നാസർ മദനിയെ പറഞ്ഞത്. 9.5 കൊല്ലം ആ കേസിൽ അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. 2006 2007 മാത്രമാണ് അബ്ദുൽ നാസർ മദനി 9.5 കൊല്ലം വിചാരണ തടവ് തന്നെ തടവ് കാലമായി പരിഗണിക്കാം എന്ന കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മോചിതനായി വരുന്നത്. 2005 98 കോയമ്പത്തൂർ ബ്ലാസ്റ്റോട് കൂടിയിട്ട് ഇത് അവസാനിക്കുന്നില്ല. അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന സമയത്ത് അബ്ദുൽ നാസർ മദനിയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കളമശ്ശേരി ബസ് എത്തിക്കൽ സംഭവം ഉണ്ടാവുന്നത്. ഈ കളമശ്ശേരി ബസ് എത്തിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ അറിയോ, നമുക്കതിപ്പോ ഓർമ്മയില്ലല്ലോ, വളരെ പണ്ട് നടന്നു പോയ സംഭവമല്ലേ. ഒരു ബസ് ഈ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് വഴിയിൽ തടഞ്ഞു നിർത്തി കത്തിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ ബസ് 31 യാത്രക്കാരുമായി നീങ്ങുന്ന ബസ്സിൽ ഈ പറയുന്ന എന്താ പറയാ PDPയുടെയും ഈ പറയുന്ന അബ്ദുൽ നാസർ മദനിയെ പിന്തുണയ്ക്കുന്നവരുടെയും ഒരു കൂട്ടം ആളുകൾ ബസ്സിൽ കയറുകയും തോക്കുപയോഗിച്ച് ബസ്സിന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയിട്ട് ബസ് റാഞ്ചുകയും ഇവര് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ബസ് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഈ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടിട്ട് അബ്ദുൽ നാസർ മദനിയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം എന്താവും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഈ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവമാണ്. കേരളത്തിൽ NIA ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ടെറർ ഇൻസിഡന്റ് എന്ന് പറയുന്നത് കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവമാണ്. അതായത് ഒരു ഭീകര സ്ഫോടന കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ മോചിപ്പിക്കാൻ എന്താണോ കാണ്ഡഹാർ സംഭവം അതിന്റെ ലൈറ്റർ വെർഷനാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ. അതായത് കാണ്ഡഹാറിൽ തിഹാർ ജയിലിൽ കിടക്കുന്ന ഭീകരവാദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എയർലൈൻ ഒരു ഫ്ലൈറ്റ് ആണ് റാഞ്ച് ചെയ്തെങ്കിൽ ഇവിടെ കോയമ്പത്തൂർ ജയിലിൽ ഭീകരവാദ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി തമിഴ്നാട് കോർപ്പറേഷന്റെ ഒരു ബസ്സാണ് ഇവര് റാഞ്ച് എടുത്തിട്ടുള്ള ബസ് കൊണ്ട് കത്തിക്കുകയും ചെയ്ത്. ഈ കേസിൽ 10ാം പ്രതിയാണ്. അതായത് ഇതിന്റെ പ്രതികളുമായി നേരിട്ട് ഇടപെടുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും ചെയ്ത പ്രതിയാണ് സൂഫിയ മദനി എന്ന് പറയുന്ന മദനിയുടെ ഭാര്യ. 2008 ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസ്, അതായത് അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങി 3 കൊല്ലം ചില രാഷ്ട്രീയ പരീക്ഷണങ്ങളൊക്കെ നടത്തി CPMന്റെ ഒപ്പം വേദി പങ്കിടലും 2009 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലൊക്കെ കഴിഞ്ഞ് 2010 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2010 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുത്തി എന്തിനാ? ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിലാണ്. ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഈ പറഞ്ഞതുപോലെ നിരവധി സ്ഥലങ്ങളിൽ സീരിയൽ ബ്ലാസ്റ്റ് നടത്തിയിട്ട് അതില് ഒരു എന്താ പറയാ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു അമ്മ മരിച്ച, ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നിരുന്ന ഒരു അമ്മ മരിച്ച സംഭവമൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. 10-200 ആൾക്കാർക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ലോ ഇന്റൻസിറ്റി ബോംബിങ്സ് ആണ് നടത്തിയത്. ആ കേസിലാണ് അബ്ദുൽ നാസർ മദനി ഡയറക്ട്ലി ലിങ്ക്ഡ് ആണെന്ന് വേണ്ട. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആളുകളെ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് യസീൻ ഭട്കലാണ്. യസീൻ ഭട്കൽ എന്ന് പറയുന്ന ആള് ഈ ഇന്ത്യൻ മുജാഹിദിന്റെ ഇന്ത്യൻ ചീഫാണ്. അതേപോലെ തന്നെ തടിയന്നോടെ നസീർ എന്ന് പറയുന്ന ഒരു പ്രതിയുണ്ട്. തടിയന്നോടെ നസീർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ വളരെ ലോക്കലായി തോന്നുന്നില്ല. ഇയാൾ ഒട്ടും ലോക്കലല്ല. ഇയാൾ ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ്.
സൗത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസിന്റെ മുഴുവൻ ഹെഡാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. ആ ബസ്സിൽ അന്ന് ഈ ഡ്രൈവറെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താനും ബസ് ഹൈജാക്ക് ചെയ്യാനും പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇയാളെ എങ്ങനെയാ അറിയാം നമ്മുടെ സുരക്ഷാ സേനയുടെ കൈ കിട്ടിയത്? ഇയാളെ ബംഗ്ലാദേശ് ബോർഡർ ക്രോസ് ചെയ്ത് പോയ സമയത്ത് ബംഗ്ലാദേശിലുള്ള അതോറിറ്റികൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഇയാളെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് മേഘാലയ ബോർഡറിൽ വെച്ച് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ മേഘാലയ ബോർഡറിൽ വെച്ച് കൈമാറിയിട്ടുള്ള ഈ തടിയൻറോഡ് നസീർ അന്വേഷണത്തിൽ ഒരു വൻ ഭീകരനാണെന്ന് വെളിപ്പെടുകയും, എന്നാൽ ഈ ഭീകരതയിലേക്ക് ആകർഷിക്കപ്പെട്ടത് 1990കളിൽ അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ISS എന്ന് പറയുന്ന സംഘടനയിലൂടെയാണ്. ISS ആണ് ഇയാളെ റാഡിക്കലൈസ് ചെയ്ത് പിന്നീട് ലഷ്കർ ഇ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ വരെ ആക്കിയത് എന്ന് പറയുന്ന ഭീകര യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്ന അവിടെയാണ്. അങ്ങനെയുള്ള വലിയ ഇന്ത്യയിലെ സെക്യൂരിറ്റി ഏജൻസിയുടെ ഹിറ്റ് ലിസ്റ്റുകളിൽ പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുത്തുള്ള ഒരു കേസ്. ആ കേസിൽ തടിയൻറോഡ് നസീറും അബ്ദുൽ നാസർ മദനിയും തമ്മിൽ നേരിട്ട് നടത്തിയുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഇയാൾ ഇതിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആണ് എന്ന് കാണിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിൽ അന്ന് കർണാടക പോലീസ് വന്നിട്ട്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അൻവാറശ്ശേരി, ഇയാളുടെ നാട്ടിൽ വെച്ച് അൻവാറശ്ശേരിയിൽ വലിയ ജനസമൂഹത്തെയൊക്കെ സാക്ഷി നിർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ കേസിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളാണ്. അയാള് നിരപരാധിയായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അയാൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ലെന്ന് ഒരു നിലയ്ക്കും വന്നിട്ടില്ല. ആ കേസിൽ വിചാരണ തടവുകാരനായിട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളാണ്. 2013 അയാൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണവും ഉമ്മയെ കാണാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. പിന്നീട് ഈ ബെയിൽ കണ്ടീഷൻസ് മോഡിഫൈ ചെയ്യണമെന്നുകൊണ്ട് പല തവണയും സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ബെയിൽ കണ്ടീഷൻസ് മോഡിഫൈ ചെയ്യാൻ പോലും തയ്യാറായില്ല. ഏറ്റവും അവസാനം 2021 22 എന്ന് ഓർമ്മയില്ല, ശരത് ചന്ദ്ര ബോബ്ഡെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത്, എ ഡേഞ്ചറസ് മാൻ ഔട്ട് ദർ ഈസ് സീക്കിംഗ് റിലീഫ് ഇൻ ബെയിൽ കണ്ടീഷൻസ് എന്നാണ്. അതൊരു അപകടകാരിയായിട്ടൊരു മനുഷ്യനാണ് തന്റെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണം എന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ പരമോന്നത ന്യായാധിപൻ അപകടകാരിയായിട്ടുള്ള മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആളാണ് അബ്ദുൽ നാസർ മദനി. ഇപ്പോഴും ഒരു ഭീകരസ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. ഇപ്പോഴും 3 പ്രധാനപ്പെട്ട ഭീകരവാദ കേസുകളിൽ പ്രതിസ്ഥാനത്തുണ്ടായിട്ടുള്ള ആളാണ്. അതിനുശേഷം പിന്നെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂർ ബ്ലാസ്റ്റ് അവസാനത്ത് മാത്രമൊന്നുമല്ല. 2013 സംഘത്തിന്റെ പ്രചാരകനായിരുന്ന, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഒക്കെ സ്ഥാപകനായിരുന്ന P പരമേശ്വരനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ FIR എടുത്തത്. അതേപോലെ തന്നെ ഫാദർ PP അലവി, ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറിയിട്ടുള്ള ഒരാള്, പിന്നീട് അയാൾ ആ ക്രിസ്ത്യൻ വൈദികനൊക്കെയായി, അയാളെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ നാസർ മദനിക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ നിരവധി സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികളും വളരെ സംശയത്തോടുകൂടി കാണുന്ന ഒരാളെയാണ് CPM എന്ന് പറയുന്നത്. അവർ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ്. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മോശമാണ്. ജമാഅത്തെ ഇസ്ലാമി ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഭീകര സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടന അല്ലാതുള്ള അഭിപ്രായം എനിക്കില്ല. ജമാഅത്തെ ഇസ്ലാമി ലോകകണ്ഠയിലേക്ക് ഏറ്റവും രൂക്ഷമായിട്ടുള്ള പല വർഗീയ കലാപങ്ങളിലും വർഗീയ സംഘടനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണ്. 1971 അവിടെ ഉണ്ടായിട്ടുള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ലിബറേഷൻ വാറിനൊക്കെ കാരണമായിട്ടുള്ള ഓപ്പറേഷൻ സെർച്ച്ലൈറ്റ് ആണെങ്കിലും ധാക്ക യൂണിവേഴ്സിറ്റി മർഡാസ് ആണെങ്കിലും ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ളതാണ്. ആളുകളെ മതം നോക്കി കൊലപ്പെടുത്തുന്ന പരിപാടി നടത്തിയിട്ടുള്ള സംഘടന തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ഭീകരതയ്ക്ക് വലിയ ഭീകരത, ചെറിയ ഭീകരത എന്നുള്ള താരതമ്യം കൊണ്ടുവന്നിട്ട് വി ആർ നോട്ട് കമ്പീറ്റിംഗ് ഫോർ ട്രാജഡീസ് അല്ലെ. നമ്മള് കുറഞ്ഞ ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിലല്ലല്ലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ സ്വഭാവത്തിലുള്ളതാണ്. ഇത് രണ്ടും തള്ളി പറയേണ്ടതാണ് എന്ന് പറയാൻ ആർജവമില്ലാതിരിക്കുകയും UDFന് SDPയുടെ പിന്തുണ തേടുന്നു, അല്ലെങ്കിൽ മറ്റ് വർഗീയ സംഘടനകളുടെ പിന്തുണ തേടുന്നു, ജമാഅത്തയുടെ പിന്തുണ തേടുന്നു എന്ന് വിമർശിക്കുകയും അവനവൻ ഇത്രയും ഭീകരവാദ പാരമ്പര്യവും പ്രവർത്തന പരിചയവുമുള്ള PDP പോലത്തെ ആളുകളുടെ പിന്തുണ വാങ്ങി പോക്കറ്റിൽ വെക്കുകയും ചെയ്യുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ്, അസംബന്ധമാണ് എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള എന്റെ അഭിപ്രായം. MV ഗോവിന്ദന്റെ ഈ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്ന് സർ കൺക്ലൂഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കരുതാം. കാരണം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അവരുടെ ഒരു പ്രതികരണവും PDPയും മദനിയും വിശുദ്ധരാണെന്ന് കാണിക്കാനുള്ള മറ്റൊരു പ്രസ്താവനയും ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അവരുടെ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമി പോലെ പിന്തുണയ്ക്കാത്തതുകൊണ്ടാണ്. നാളെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ഇവരെ പിന്തുണയ്ക്കാൻ തയ്യാറായി വന്ന ജമാഅത്തെ ഇസ്ലാമി നല്ലവരാന്ന് ഇവർ പറയും.
നാളെ ഇപ്പൊ ഇനി വേറെ ISIS വരെ പിന്തുണയ്ക്കാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ ISIS കുഴപ്പമില്ല, അവർ യമനിലെയും സിറിയയിലെയും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷമാണ്, അവരുടെ പിന്തുണ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഇവർ പറയും. അതായത് ഇവരോട് എടുക്കുന്ന സമീപനമാണ് ഇവരുടെ പ്രശ്നം, അല്ലാണ്ട് ആ കാര്യത്തിലെ യാഥാർത്ഥ്യമോ വാസ്തവമോ അല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴുള്ള വിരോധം എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടുന്നില്ല, അത് UDF-നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നാളെ ഇപ്പൊ അതാണ്. മുസ്ലിം ലീഗ് വർഗീയ സംഘടനയാണോ അല്ലയോ? CPM-ന് സ്ഥിരമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? CPM-ലേക്ക് മുസ്ലിം ലീഗ് വരുമെന്ന് തോന്നുന്ന സമയത്ത് പറയും അത് വർഗീയ സംഘടനയല്ല, സാമുദായിക സംഘടന മാത്രമാണ്. എന്നാൽ CPM-ന് അവരുടെ പിന്തുണ കിട്ടില്ല, അത് UDF-ൽ തന്നെ ഉറച്ചു നിൽക്കാൻ തോന്നുമ്പോൾ പറയും അത് വർഗീയ സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണെന്ന് പറയും. ഇവർക്ക് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ല, ഇവർക്ക് അവസരവാദപരമായിട്ടുള്ള എന്താണ് ഈ കടകം മറച്ചിലുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം. അതാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് MV ഗോവിന്ദനെ പോലെയുള്ളവർ ഇത്തരത്തിൽ PDP-യെയും മദനിയെയും വിശുദ്ധരെന്ന മുദ്ര കുത്തുന്ന പീഡിത വിഭാഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കേണ്ടുന്ന വിഷയമാണ്. മാത്രമല്ല ഇവർ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മാത്രം ഇത്തരത്തിൽ പ്രസ്താവനകൾ നൽകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.